നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വഴുതനവും പച്ചമുളകും, അപ്പൊ 2 ടൈപ്പ് വഴുതന ഉണ്ട്. നമ്മളിന്ന് ഇതൊക്കെ ഒന്ന് നടാൻ പോവുക. ഞങ്ങള് തൈകൾ വാങ്ങിക്കൊണ്ട് വന്നതാ. വയലറ്റ് വഴുതനവും വെള്ള വഴുതനവും ആണെന്നും പറഞ്ഞാ തന്നത്. ഇനിയിപ്പം നട്ടിട്ട് കായ്ക്കുമ്പോൾ അറിയാം ഏത് കളറാണെന്നൊക്കെ. അപ്പൊ നമുക്കിതൊന്ന് നടാവേ. നമ്മളെ തൈകൾ നടാനായിട്ട് മണ്ണെല്ലാം ഒന്ന് റെഡിയാക്കുക, മിക്സ് ചെയ്യുക. അപ്പൊ ഇത് മണ്ണ്, പിന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, കുമ്മായം, പിന്നെ വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഉണ്ടാ നല്ലതാ. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് അതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തൈകൾ നട്ടു വെക്കുക. കുമ്മായപ്പൊടി കുറച്ച് മതി. ഇനിയിപ്പോ ഈ ചാണകപ്പൊടിയെല്ലാം കൂടി ഇതിനകത്തിലോട്ട് കുടഞ്ഞിടാവേ. ഈ കമ്പൊന്നും ഇതിനകത്തിലൊക്കെ കമ്പും ഇതൊക്കെ കാണും. അതുകൊണ്ട് കയ്യിലൊന്നും കൊള്ളാതെ വേണം. ഈ കട്ട പോലുള്ളതൊക്കെ അങ്ങ് ഉടയ്ക്കണം. ഈ ചാണകത്തിന്റെ ഈ കട്ടയെല്ലാം ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ചകിരിച്ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്യാവേ. ചകിരിച്ചോറ് നനച്ചു വെച്ചേക്കുക. അതിപ്പോൾ നല്ല കുതിർന്ന് ഇതായിട്ടിരിക്കുക. നമ്മളിത് ചാക്കിനകത്തിലാണേ നടുന്നത്. കുറച്ച് ചാക്ക് കുറച്ച് നിറച്ചത് ഇരിപ്പുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ കുറച്ച് മുളക് തൈ കിട്ടിയായിരുന്നു. പക്ഷെ അത് മണ്ണില്ലാതെ ആണ് അതിന്റെ ചൂട് പറിച്ചെടുത്തപ്പോഴേ. അപ്പൊ ഈ വെയിലും ഭയങ്കര ചൂടല്ലേ, അത് കാരണം മണ്ണിനോട് കൂടെ കിട്ടിയാലേ അതൊക്കെ കുഴിച്ചു വെച്ചാലും പിടിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലും കൂടെയാണ് നടുന്നത്. അപ്പം നിറയ്ക്കുന്നത് വേറെ ഒരു ചാക്കില് നിറയ്ക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയാ നമ്മളിത് ഈ ചാക്ക് എടുത്തേക്കുന്നത്. ഇതിന്റെ ഒരു തൈക്ക് 5 രൂപയാണ്. പിന്നെ കപ്പളത്തൈക്ക് 60 രൂപ. കോവലിന്റെ തൈയും ഒക്കെ ഉണ്ട്. ഒരു കോവലിന്റെ തൈയും മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് വലിയ ചാക്കിനകത്തിൽ നിറയ്ക്കണം, എന്നിട്ട് വേണം അത് നടാൻ. ഇതിനകത്തിലൊക്കെ കമ്പുണ്ട്, കയ്യിലൊന്നും കൊള്ളാതെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെ ഈ ചകിരിച്ചോറും കൂടെ ഒന്ന് ഇട്ടിട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഈ ചാക്കിനകത്തിലാണ് നിറയ്ക്കുന്നത്. ഇത് കണ്ടോ, ഈ സൈഡ് രണ്ടും ഇങ്ങനെ മടക്കി അകത്തോട്ട് ഇങ്ങനെ മടക്കിയേക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ചാക്ക് തിരിച്ചിടാം. ഇത് കണ്ടോ, ഇതിന്റെ കോർണർ മടക്കി വെക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ തയ്ച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിത് മടക്കണം. ഇങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു ഗ്രോ ബാഗിനൊക്കെ എന്തോ വിലയാണ്. നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ചാക്കോ ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്തിലൊക്കെ നമുക്ക് ഒരു വഴുതനയും ഒരു പച്ചമുളകും ഒക്കെ എല്ലാവർക്കും നട്ടു വെക്കാൻ പറ്റും. ചെറിയ ഇത്തിരി വലിയ ചാക്കോ ഇതൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ തൈകൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും
മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമേ. അപ്പം കണ്ടോ, ഇനി ഇതിലേക്ക് ഇത് ഉറച്ചിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ. കണ്ടോ, കണ്ടോ, അതിൽ ഈ കമ്പിയുടെയൊക്കെ കഷ്ണങ്ങളുണ്ട്. ഇതൊക്കെ കയ്യെ കൊള്ളാതിരിക്കാൻ ഈ ഗ്ലൗസും ഒക്കെ ഒന്ന് ഇടണമെന്ന് പറയുന്നു. നമുക്ക് കുറച്ച് കരിയില, ഇത് ഈ മുറ്റമൊക്കെ തൂത്തുവാരുന്ന കരിയിലയില്ലേ, ഈ കരിയില നമ്മൾ കുറെ ഇടാറുണ്ട്. മണ്ണിന് നല്ല ഇളക്കം കിട്ടും, മണ്ണങ്ങ് ഉറക്കത്തില്ല. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത മണ്ണ് നമുക്ക് കോരിയിടാവേ. ഇതാകുമ്പോൾ ഈർപ്പം ഇതിനകത്ത് നിൽക്കും. ഈ കരിയിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് തൈ വെച്ച് കൊടുക്കണം. ഇനി അത് നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് തൈയൊക്കെ നടാം. കാരണം അല്ലെങ്കിൽ നമ്മളിത് ഇപ്പം ഇവിടെ വെച്ച് നട്ടാലേ ഇതെടുത്ത് മാറ്റി വെക്കേണ്ടത്. അപ്പം അന്നേരത്തേക്കിന് ഇത് ഒന്നുകൂടെ ഈ ഇളകും, അന്നേരം ഷെയ്ക്കായിട്ടത് പോകണ്ട. ഇതിലേ 2 വഴുതന തൈ ഇതിനകത്തിൽ നട്ട് വെക്കാവേ. ഇത് അവര് ഈ ട്രേ മുറിച്ചപ്പോൾ ഇതൊന്ന് താഴോട്ട് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ കുറെ പോയി, ഇത് വാടിയായിരുന്നു. ഞാനിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അതിന് ഇത്തിരി ജീവൻ വന്നിട്ടുണ്ടേ. ഞാനങ്ങ് വലിയ കർഷകയൊന്നും അല്ല കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പച്ചക്കറിയൊക്കെ അത്യാവശ്യം നമ്മൾ നടുന്നെന്നുള്ളതേ ഉള്ളേ. ഇത് കണ്ടോ, ഇത്രയേലും മണ്ണ് വേണം, എന്നാലേ ഇതൊക്കെ പിടിക്കത്തുള്ളൂ. ഇപ്പൊ ഈ തണലത്ത് വെച്ച് നട്ടു വെക്കുക. ഇതൊന്ന് നല്ലപോലെ ചുവട് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത വെയിലത്തോട്ട് എവിടെത്തേലും മാറ്റി വെക്കുവേ. ഇത്തിരി കരികിലയൊക്കെ ഉള്ളതുകൊണ്ട് ഈർപ്പമൊക്കെ നല്ല നിൽക്കും. ഇത്തിരി കരികിലയും കൂടി ഇതിനകത്തിൽ ഇട്ട് കൊടുക്കണം. ഈ ചാക്കില് മുളക് നട്ടിരുന്നത് ഉണങ്ങിപ്പോയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചാക്കിലെ മണ്ണ് വീണ്ടും ഒന്നുകൂടെ കുടഞ്ഞിട്ടിട്ട് വീണ്ടും ഇത്തിരി ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതാണേ. എന്നിട്ട് നിറച്ചേക്കുക. ഇതെല്ലാം നിറയ്ക്കുന്നത് കാണിച്ചാൽ വീഡിയോ ഒക്കെ ഒത്തിരി ലെങ്തി ആയി പോവില്ലേ, അതുകൊണ്ടാണേ. എന്നിട്ട് ഇതിനകത്തിലേക്ക് തൈകൾ നട്ടു വെക്കുക. ഇതിനകത്ത് ഞാൻ പച്ചമുളകാണ് നടുന്നത്, കാരണം വഴുതന നടാൻ ഇച്ചിരി വലിയ ചാക്ക് വേണം. കണ്ടോ, കൊച്ചു ട്രേ ആണെങ്കിലും ചകിരിച്ചോറിനകത്തിൽ നടുന്നോണ്ട് നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നട്ടു കൊടുക്കാവേ. ഇതുപോലെ നമുക്കിതെല്ലാം നടാം. ഈ വെയിലായോണ്ട് ഇതെല്ലാം പിടിക്കാൻ ഭയങ്കര പാടാ. ഒഴിച്ചു കൊടുക്കാൻ വെള്ളവും ഒക്കെ വേണം. വേരൊക്കെ ഉണ്ട് നല്ലപോലെ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി കുറച്ച് തൈകളും കൂടെ ഉണ്ട്, അതും കൂടെ ഞങ്ങൾക്ക് നടണം. അപ്പം
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.